എക്സ്പീരിയൻസ് ഞാൻ എന്താ പറയുക, ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഷൂട്ടിംഗ് ആസ് എൻ ആക്ടർ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് കാട്ടാളൻ എന്ന സിനിമയിൽ കിട്ടിയ ഒരു കഥാപാത്രം. ഞാൻ കുറേ റിസ്കി ആയിട്ടുള്ള ഷോട്ട്സാണ് ഞാൻ തായ്ലൻഡിൽ ഒറിജിനൽ ആനയുടെ കൂടെ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ ആസ് എൻ ആക്ടർ ദിസ് വാസ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ്. കുറേ കാര്യങ്ങൾ എനിക്കിനി പറയാൻ വേണ്ടി വഴി എന്തെങ്കിലും പറയുന്നതായിരിക്കും. അത്രയും ത്രില്ലടിച്ചെന്ന എക്സൈറ്റ്മെൻറ്റോടെ തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാട്ടാളൻ ഒരു അടിപൊളി ആക്ഷൻ പടമാണ്. എനിക്ക് തോന്നുന്നു കുറേ സീക്വൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ ഷോക്കായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ആക്ഷൻ ലവേഴ്സിന് ഉറപ്പായിട്ടും കാട്ടാളൻ ക്യാമിയോ ഒക്കെ സൂപ്പർ അല്ലേ? ക്യാമിയോ തന്നെയാണോ വന്നത്? പക്ഷേ ഹാപ്പിയാണ്. ഒരു ക്യാരക്ടർ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ലേ? എല്ലാവരുടെയും ഒരു പഞ്ചും ആ ഒരു ഇൻട്രോയും ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ എല്ലാവരും സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയാം. ആനയുടെ സീക്വൻസും അതൊക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആ പ്രതീക്ഷ എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു പ്രതീക്ഷ എന്തായാലും കളഞ്ഞിട്ടില്ല, നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫിലിം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എഫേർട്ടാണ്. ഞാൻ ആ എഫേർട്ടിനെ സല്യൂട്ട് ചെയ്യും. നല്ല മൂവി. പെപ്പയുടെ ആക്ഷൻ ഓൾറെഡി ഹിറ്റ് ആണല്ലോ. പെപ്പെ ആക്ഷൻ കാര്യത്തിൽ അടിപൊളി തന്നെയായിരുന്നു. സങ്കടപ്പെടുത്തിയില്ല നമ്മളാരെയും. ഓ ക്യാമിയോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞെട്ടിപ്പോയി. ഞെട്ടാനുള്ള ഫാക്ടർ ഉണ്ട് ആ ക്യാമിയോയിൽ. ഹനാൻഷ ഡയലോഗ് ഇല്ലല്ലോ. ഹനാൻഷ നിൽക്കുമ്പോൾ കേരളം എന്താണ് പ്രതീക്ഷിക്കുക എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഡയലോഗ് ഇല്ലല്ലോ ഹനാൻഷ അല്ലത്. ഒരുപാട് ട്രെയിലറുകളും ബീറ്റീസൊക്കെ ഉണ്ട്. നല്ല ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു, നല്ല ആക്ഷൻ പാക്ട് ആയിരുന്നു, നൈസ് സിനിമ ആയിരുന്നു. എലിഫന്റ് സീക്വൻസുകളാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കി. കാരണം BTSും മേക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ സ്ക്രീനിലൊരു ഓഡിയൻസ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഗൂസ് മൊമെന്റ്സ് ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. അതാണ് എനിക്ക് ആദ്യം തോന്നിയത്. സോ അതൊക്കെ വന്നപ്പോൾ ആക്ച്വലി ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. സോ നൈസ് മൂവി ആയിരുന്നു. രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും വേറെ വേറെ സിനിമയല്ലേ. പെപ്പെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. പെപ്പെ ഇടിക്കാൻ കിടിലുമാണ്. പെപ്പെ ഇടിച്ച് നേടിയ സിനിമകൾ ഒരുപാടാണ്. അപ്പോൾ ഇത് കുറച്ച് മാറ്റങ്ങൾ ഇടിയിൽ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതായിട്ട് ഓരോ ആക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഹി ഹാഡ് ദ സെയിം എനർജി ഫോർ ബോത്ത് മൂവീസ്. എല്ലാം സിനിമയ്ക്കും പെപ്പയ്ക്ക് എപ്പോഴും സെയിം എനർജി ഉണ്ട്. സോ അതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെ, ക്യാമിയോ തടഞ്ഞു. യെസ്, താങ്ക് യു. ഞങ്ങൾക്കും വിശദീകരിച്ച് ആരുടെ ഉൾക്കാഴ്ചയിലും പറയാനുള്ളത് അത്രയുള്ളൂ. നമ്മൾ ആത്മീയ ഒരു ഉണർവിൽ ജീവിക്കുകയാണെങ്കിൽ ആ സന്ദേശത്തിൽ മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാവും. നമ്മളുടെ പക്ഷത്തും ആ ലാസ്റ്റ് അവരുടേതായ ജീവിതം ഇത് കിട്ടുമ്പോൾ നമുക്കൊരു മാതൃക മറ്റുള്ളവർക്ക് ആക്കാൻ പറ്റും. അങ്ങനെ ആത്മീയ ഒരു ഉണർവിൽ ഞാൻ പറയണം. ഭാഗികമായിട്ട് പറയുകയാണെങ്കിൽ ഇടിയെല്ലാം വളരെ ഇതുപോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ആന്റണി ഇപ്പോൾ കാണിക്കും പോലെ. അപ്പോൾ ഈ കാട്ടാളുകൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കിട്ടും എന്നുള്ളത് ഒരു ഭാവിയിലേക്ക് നമ്മുടെ ഒരു ചിന്തഗതിയിൽ ജീവിച്ച ഒരു മറ്റുള്ളവർക്ക് ഒരു ഇതാവും. കാട്ടാളൻ എന്ന പടത്തിലൂടെ ആന്റണി വർഗീസ്, പെപ്പെ, ജഗദീഷ് സാറ്, ക്യൂബൻ എൻ്റർടൈൻസ് ഇവരെല്ലാം നന്നായിട്ട് ചെയ്തിരുന്നു. ഷരീഫ് മുഹമ്മദ് എല്ലാവരും ഇത്രയും നല്ല ഒരു പടം ഈ ബലിത്തിരുന്നാളിൽ ഇവർ കാഴ്ചവെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളി പടം. ഇതിൽ വർക്ക് ചെയ്ത സ്ഥിതിക്ക് പറയുകയാണെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം. തിയേറ്ററിൽ കണ്ടാൽ അതിൻ്റെ ഗൂസ് ബംസ് ഒക്കെ കിട്ടുള്ളൂ. പെപ്പയോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ബിക്കോസ് ആളൊരു സ്റ്റാറാണ്. അങ്ങനത്തെ ഒരു ഇതൊന്നും കാണിക്കാത്ത നല്ല രീതിയിൽ ഫ്രണ്ട്ലി എടുത്തിട്ട് നമുക്കൊരു കംഫർട്ട് സോൺ ആക്കിയ ആക്ടറാണ് പെപ്പ. അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ പോയി കാണും. നിങ്ങൾ അടിപൊളി. പെപ്പയുടെ ഇടി സൂപ്പർ ഇടിയാണ്. നമുക്ക് ഇടിക്കാൻ തോന്നും. അത്ര ഇടിയാണ്. നല്ല അടിപൊളി ഇടിയാണ്. കുറച്ച് വയലൻസ് ഉള്ള പടമാണെങ്കിൽ നല്ല മെസ്സേജുള്ള പടങ്ങളും വയലൻസും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ തപ്പി പിടിച്ചെടുക്കുന്നതാണ് ഓരോ പടങ്ങളും. ഇങ്ങനെ ഷെരീഫ് ഖാൻ്റെ അങ്ങനത്തെ ഫിലിംസാണ് വരുന്നത്, അതുകൊണ്ടായിരിക്കാം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോളും എല്ലാവരും. ഷമീർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു.